പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രത്തിൽ ചിത്ര പൗർണമി ഉത്സവം ഭക്തിസാന്ദ്രമായി. ചൈത്രമാസത്തിലെ ചിത്തിരനാളിലെ പൗർണമി നാളിൽ മാത്രം ഭക്തർക്കായി തുറക്കുന്ന പുരാതന കണ്ണകി ക്ഷേത്രത്തിലേക്ക് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമായി 10,000-കണക്കിന് ഭക്തരാണ് ഒഴുകിയെത്തിയത്. കേരളവും തമിഴ്നാടും സംയുക്തമായാണ് മംഗളാദേവി ക്ഷേത്രത്തിലെ ചിത്ര പൗർണമി ഉത്സവം സംഘടിപ്പിച്ചത്. 1000-ലധികം വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൽ ഒരേ സമയം കേരള തമിഴ്നാട് രീതികളിലുള്ള പൂജാകർമ്മങ്ങൾ നടന്നു. പുലർച്ചെ 5:30-യോടെ ക്ഷേത്ര നട തുറന്ന് ആചാരപരമായ ചടങ്ങുകൾ ആരംഭിച്ചു. മംഗളാദേവി പ്രതിഷ്ഠയുള്ള ആദ്യ ശ്രീകോവിലിലും ഗണപതി ശ്രീപാർവതി സങ്കല്പത്തിലുള്ള പെരുമാൾ കോവിലുകളിലും കേരള രീതിയിലുള്ള പൂജകൾ നടന്നു. തന്ത്രി സൂര്യകാലടിമന ജയസൂര്യൻ ഭട്ടതിരിപ്പാടും മേൽശാന്തി മൂലത്തടം എം.എൻ. നാരായണൻ നമ്പൂതിരിയും പൂജകൾക്ക് നേതൃത്വം നൽകി. തൊട്ടടുത്തുള്ള രണ്ടാമത്തെ ശ്രീകോവിലിൽ തമിഴ്നാട് രീതിയിലുള്ള പൂജാവിധികളാണ് നടന്നത്. രാജരാജ ചോളൻ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്ന ഗുഹാകവാടവും ക്ഷേത്ര സമുച്ചയത്തിന്റെ പ്രത്യേകതയാണ്. ഇടുക്കി, തേനി ജില്ലാ ഭരണകൂടങ്ങളുടെ മേൽനോട്ടത്തിൽ പോലീസ്, റവന്യൂ, വനം, എക്സൈസ്, മോട്ടോർ വാഹന വകുപ്പ്, ആരോഗ്യം, അഗ്നിരക്ഷാസേന എന്നീ വകുപ്പുകൾ സംയുക്തമായാണ് പ്രവർത്തനങ്ങൾ നടത്തിയത്. അമൃത ന്യൂസ്, ഇടുക്കി.